സംഗീത അധ്യാൻ മന്ത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് അല്ലെങ്കിൽ കേട്ടറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത എക്സാം ഇനി വരുന്നത് 2026 ഫെബ്രുവരി 23 അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക്കിന് കറക്റ്റായിട്ടൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് കേട്ടറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്നത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഞാനിവിടെ 2025 ജൂണിൽ, അതായത് ലാസ്റ്റ് നടന്ന കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക്കിൻ്റെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. സാഹിത്യത്തോടു കൂടി ആദ്യം പഠിക്കുന്ന സംഗീത രൂപം ഏതാണ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അത് ഏത് പാർട്ടിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് കറക്റ്റായിട്ട് ഒരു സിലബസ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഏത് പാർട്ടിയിൽ നിന്നാവും? മ്യൂസിക്കൽ ഫോംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആൻസർ ഗീതം എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലടിച്ചാൻ പാട്ട് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഒരു പാട്ടിൻ്റെ വിഭാഗമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ഫോക്ക് മ്യൂസിക് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായ ആൻസർ നാടൻ പാട്ട് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതി തിരുനാൾ മഹാരാജാവ് രചിച്ച ഒരു സാഹിത്യകൃതി ഏതാണ്? അപ്പോൾ ഇവിടെ നോക്കുക, സ്വാതി തിരുനാൾ അല്ലേ, ലൈഫ് സ്കെച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ലൈഫ് സ്കെച്ച് നമുക്ക് പഠിക്കാനുണ്ട് സ്വാതി തിരുനാളിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രാണം അല്ലാത്തത്. മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രാണം അല്ലാത്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ പ്രാണം എന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ? ദശപ്രാണം അല്ലേ? ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് താളയിലാണ് ദശപ്രാണ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, കുരുളം എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനാണ്. മേളകർത്താരാഗവും ജന്യരാഗവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് പാർട്ടിൽ നിന്നാവും? രാഗങ്ങൾ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും എന്താണ്. രാഗലക്ഷണത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? യെസ്, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ആൻസറിലേക്ക് എത്തേണ്ടത്. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സിലബസ് എടുത്ത് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ പഠിച്ചാൽ മാത്രമേ ഇന്ന് നമുക്ക് കേട്ടറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേട്ടറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക്കിൽ 80 മാർക്കിനാണ് നമ്മുടെ കേട്ടറ്റ് പരീക്ഷ വരുന്നത്. മറ്റ് സബ്ജക്റ്റ്, അതായത് സൈക്കോളജി, പെഡഗോഗി, ലാംഗ്വേജ്, ഈ 2 സെക്ഷനേക്കാളും ഏറ്റവും അധികം വെയിറ്റേജ് കൂടിയത് നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്ന സബ്ജക്റ്റിനാണ്. അതുപോലെ സംഗീത അധ്യാൻ മന്ത്രിയിൽ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്ന സബ്ജക്റ്റിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്നത് ഒരു കോഴ്സായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് എന്താണോ പറയുന്നത് ആ സിലബസ് അനുസരിച്ച് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ സിലബസ് 6 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 to പാർട്ട് 6. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. ഓൾറെഡി അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കേട്ടറ്റിൻ്റെ കാൻഡിഡേറ്റ്സ് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ പാർട്ട് കഴിയുമ്പോഴും നമ്മൾ മോക്ക് എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പാർട്ടും കഴിഞ്ഞ് ഓരോ എക്സാം എഴുതി അങ്ങനെയാണ് നമ്മുടെ പഠന രീതി സംഗീത അധ്യാൻ മന്ത്ര ഫോളോ ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ മോഡൽ എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് മ്യൂസിക് എന്ന സബ്ജക്റ്റിന് മാത്രമാണ്. സൈക്കോളജി, പെഡഗോഗി ആൻഡ് ലാംഗ്വേജിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക് എന്ന സബ്ജക്റ്റിനാണ്. കാരണം മ്യൂസിക്കിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്. 80 മാർക്സും മ്യൂസിക്കിനാണ്. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം മ്യൂസിക്കാണ് എന്ന് വെച്ച് സൈക്കോളജി, പെഡഗോഗി ആൻഡ് ലാംഗ്വേജ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ എന്നാലും മ്യൂസിക്കിനാണ് ഇമ്പോർട്ടൻസ്. കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക്കിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സിലബസ് പ്രകാരമുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിലുള്ള ഒരു ക്ലാസ്സും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് എക്സാമുകളും
ടെസ്റ്റുകളും പരീക്ഷയ്ക്ക് മുന്നേ റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മോഡൽ എക്സാംസും നിങ്ങൾക്ക് എഴുതി പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സെറ്റ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സംഗീത് അധ്യാൻ മന്ത്ര ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മ്യൂസിക് എന്ന സബ്ജക്റ്റിന് മാത്രമാണ് ക്ലാസ് കൊടുക്കുന്നത്. സൈക്കോളജി, പെഡഗോഗി, ലാംഗ്വേജിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ സംഗീത അധ്യാപകർക്കും കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക്കിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സംഗീത് അധ്യാൻ മന്ത്രയിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്ന് ഒരു മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇനിയും വൈകിട്ടില്ല, ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഉറപ്പായും കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനൊരു മനസ്സും അച്ചീവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കേട്ടറ്റ് എന്ന് പറയുന്ന ഈ എലിജിബിലിറ്റി ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു പഠനം ആശംസിക്കുന്നു.